പുന്നമടയിൽ വിയപുരം ജലരാജാവ്. വാശിയേറിയ നെഹ്റു ട്രോഫി ജലമേളയിൽ വിയപുരം ചുണ്ടന്റേത് പോയ വർഷത്തെ പരാജയത്തിന് മധുര പ്രതികാരം. ഹാട്രിക് വിജയത്തിലേക്ക് തുഴയെറിഞ്ഞ PBCയെ തകർത്തത് ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആവേശത്തിലിളക്കം സമ്മാനിച്ചാണ് ജലമാമാങ്കത്തിന്റെ 71ാമത് സീസൺ അവസാനിച്ചത്. ആ സ്വപ്നതുല്യമായ വെള്ളിക്കപ്പിലേക്ക് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ തുഴയെറിഞ്ഞെത്തിയപ്പോൾ പുന്നമടയിലെ ഇരുകരകളിലും തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികൾ ആവേശത്തിലാറാടി. രാവിലെ മുതൽ പുന്നമടയിലേക്ക് ജനങ്ങളുടെ വലിയ ഒഴുക്കായിരുന്നു. 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ശേഷം നെഹ്റു ഭവനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷനായി. 3:30 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളാണ് 6 ഹീറ്റ്സുകളിലായി മാറ്റുരച്ചത്. ഫിനിഷ് ചെയ്യുവാനെടുത്ത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നടുഭാഗം, മേൽപ്പാടം, നിരണം, വിയപുരം ചുണ്ടനുകൾ ഫൈനലിൽ ഏറ്റുമുട്ടി. 2ാം ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു ഫൈനലിലെ മുഖ്യ ആകർഷണം. എന്നാൽ നടുഭാഗത്തിൽ തുഴയെറിഞ്ഞെത്തിയ PBCയുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞാണ് BBC കൈനഗരിയുടെ വിയപുരം ചുണ്ടൻ സ്വപ്നക്കപ്പിൽ മുത്തമിട്ടത്. തോറ്റ അത് സത്യമാണ്. ഒരു തോൽവിയിലാണ് കർഷക വിയപുരം വള്ളത്തിൽ വലിച്ചത്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളുമായിരുന്നു ഇത്തവണത്തെ ജലമേള. ഫിനിഷിംഗ് സംബന്ധിച്ചുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ മിനിറ്റിനും സെക്കൻഡിനും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തിയായിരുന്നു ഇത്തവണത്തെ മത്സരങ്ങൾ. അതിനാൽ തന്നെ കുറ്റമറ്റ രീതിയിൽ നടന്ന നെഹ്റു ട്രോഫി ജലമേള ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചത് പുത്തൻ അനുഭവത്തോടൊപ്പം ഇരട്ടി ആവേശവുമാണ്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആ വെള്ളിക്കപ്പിൽ വിയപുരം ചുണ്ടൻ മുത്തമിടുമ്പോൾ പുന്നമടയിൽ ആവേശം ഇപ്പോഴും നിലയ്ക്കുന്നില്ല. പുന്നമടയിൽ നിന്നും ടീം അമൃത ന്യൂസ്.